വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം കരുത്തുകാട്ടാൻ ഇന്ത്യ മുന്നണി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി മുംബൈയിൽ ശിവാജി പാർക്കിലാണ് റാലി. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ ഇടതു പാർട്ടികൾ ഇല്ല. ക്ഷണം ലഭിച്ചെങ്കിലും സിപിഐയും പങ്കെടുക്കുന്നില്ല. വിശദാംശങ്ങളുമായി മുംബൈ ശിവാജി പാർക്കിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ക്ഷണം ലഭിച്ചിട്ടും ഇടതു പാർട്ടികൾ പങ്കെടുക്കുന്നില്ല. തീർച്ചയായും ഇതിനെതിരായ വിമർശനം ഉന്നയിക്കുമല്ലോ കോൺഗ്രസ് ഈ ഒരു ചടങ്ങിൽ. എപ്പോഴാണ് ചടങ്ങ് ആരംഭിക്കുന്നത്? മറ്റു വിവരങ്ങൾ. ക്രിസ്റ്റീന, പരിപാടികൾ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ശിവാജി പാർക്കിലാണ്. ഇവിടെ ഇപ്പോൾ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. വിശാൽ ഭരദ്വാജിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഇപ്പോൾ ഗാനങ്ങൾ ആലപിക്കുന്ന സമയമാണ്. ഈ പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ പൊതു റാലി തുടങ്ങുകയായി. നേതാക്കൾ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ഇനിയും വരേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ. മുംബൈയിലെ ശിവാജി പാർക്കിൽ അല്പസമയത്തിനകം ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി നടക്കും. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മെഗാ റാലിയിൽ പങ്കെടുക്കും. എന്നാൽ ഇടതു പാർട്ടികളുടെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കില്ല. ക്ഷണമുണ്ടായിരുന്നു എങ്കിലും സിപിഐഎമ്മും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വിശദാംശങ്ങളുമായി ചേർന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, തുടരാം. ഇപ്പോൾ കലാപരിപാടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. വിശാൽ ഭരദ്വാജ് ഗായക സംഘം ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേർന്നത്. ഇലക്ടറൽ ബോണ്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2019 ഏപ്രിൽ 12 സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ മുദ്രവച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. 2019 ശേഷം നൽകിയ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്തുന്നതിൽ SBI മറുപടി നൽകേണ്ട സമയം നാളെ അവസാനിക്കും. പകർപ്പുകൾ കൈവശമില്ലാത്തതിനാൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി പകർപ്പുകൾ എടുത്ത ശേഷം വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഇതാണ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ കമ്മീഷൻ പുറത്തുവിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1450 കോടിയുടെ ബോണ്ട് BJPക്ക് ലഭിച്ചു. കോൺഗ്രസിന് 383 കോടിയുടെ ബോണ്ടും ലഭിച്ചു. 2019-20 കാലയളവിൽ 2555 കോടിയുടെ ബോണ്ടുകളാണ് BJPക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ പണം ലഭിച്ച പാർട്ടികളിൽ 2ാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തും BRS 4ാം സ്ഥാനത്തും. DMK പാർട്ടിക്ക് ലഭിച്ച 656.5 കോടിയിൽ 509 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസിൽ നിന്നാണ്. 2019 മുതൽ 2024 വരെ വിവിധ സ്ഥാപനങ്ങൾ വാങ്ങുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുകയും ചെയ്ത ബോണ്ടുകളുടെ പട്ടിക കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഏത് കമ്പനി ഏതൊക്കെ പാർട്ടിക്ക് ബോണ്ട് നൽകി എന്നത് വ്യക്തമായിരുന്നില്ല. ബോണ്ടിന്റെ സീരിയൽ നമ്പർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് സുപ്രീം കോടതി SBIയോട് ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ SBIക്ക് നാളെ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. 24 ഡൽഹി. ബിസിനസ് ബന്ധത്തെ ചൊല്ലി വാക്പോര്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി LDF കൺവീനർ EP ജയരാജൻ. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ലെന്നും ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് VD സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും EP ജയരാജൻ പറഞ്ഞു. ആരോപണം ആവർത്തിച്ച VD സതീശൻ EP ജയരാജൻ നിയമ നടപടിക്ക് പോയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കളത്തിൽ EP ജയരാജനും VD സതീശനുമാണ് കൊമ്പുകോർക്കുന്നത്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന VD സതീശന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇന്ന് രംഗത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത്. നിരാമയമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല. താൻ വൈദികം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് VD സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും EP ജയരാജൻ. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്?
എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വൈദികം എന്ന് പറയുന്നത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. എന്നാൽ VD സതീശൻ ആരോപണത്തിൽ ഉറച്ചുനിന്നു. EP ജയരാജന്റെ കുടുംബാംഗങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി പ്രതിനിധികളുമായി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. പണ്ട് അന്തർധാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പാർട്ണർഷിപ്പ് നടത്താനുള്ള തരത്തിൽ ബന്ധം വളർന്നുവെന്നും VD സതീശൻ. പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ. ഇപ്പം അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. EP ജയരാജനെ കണ്ടിട്ടില്ലെന്നും ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ അത് ആരോപിക്കുന്നവർ തെളിയിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ. ഞാൻ EP ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കണക്ഷനുമില്ല. ഇത് സതീശൻ ജിൻ്റെയും കോൺഗ്രസിൻ്റെയും തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകട്ടെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. EP ജയരാജൻ നിയമ നടപടിക്ക് പോയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന നിലപാടിലാണ് VD സതീശൻ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPIM-ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന വിവാദ ദല്ലാൾ TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ തള്ളി LDF കൺവീനർ EP ജയരാജൻ. അത്തരം നീക്കം നടത്തിയിട്ടില്ലെന്നും ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ഞാൻ പത്മജ വേണുഗോപാലിനെ CPM-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അവർ പോയത് BJP-യിലേക്കല്ലേ? അപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? അവർ കോൺഗ്രസിൻ്റെ ഒരാളാണ്. അവരെങ്ങനെ പ്രത്യേകിച്ച് ഈ CPM-ലേക്ക് കൊണ്ടുവരേണ്ടത്? അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഈ കേരളത്തിൽ തന്നെ ഇല്ലെന്നാ തോന്നുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും തെറ്റായ വഴി സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ പാർട്ടിക്കില്ല. നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ആരാ, എന്താണ്, ആരാണവർ? എനിക്കറിയുന്ന കൂട്ടരൊന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. എന്നാൽ EP-യുമായി അടുപ്പമുണ്ടെന്നും ദല്ലാളെന്ന പേര് EP-ക്ക് അറിയില്ലായിരിക്കുമെന്നായിരുന്നു TG നന്ദകുമാറിന്റെ പ്രതികരണം. എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല, അങ്ങനെ ഒരു പേര് എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. എന്നെ അങ്ങനെയല്ല, എന്നെ കുമാറെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തെ അറിയല്ല. ഇവിടെ ഒരു കലണ്ടർ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ മനസ്സിലായില്ലേ? അപ്പം എന്തുമില്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണെങ്കിൽ ആ ചോദ്യത്തിന് ഞാനും അദ്ദേഹം ആൻസർ പറയാൻ മതി. അദ്ദേഹം വേറെ സ്ഥലത്തിരുന്ന് പറഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്തിരുന്ന് പറയണം. അസത്യ പരാമർശം നടത്തിയതിന് LDF കൺവീനർ EP ജയരാജനെതിരെ നിയമ നടപടിക്ക് 24. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 24-നെതിരെ അസത്യ പരാമർശങ്ങൾ നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ഡ്രൈവർ നടത്തിയ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്തതാണ് EP ജയരാജന്റെ ആരോപണത്തിന് പിന്നിൽ. മുഖ്യപ്രതികളിൽ ഒരാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിലും EP ജയരാജനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊഴുക്കുന്നു. പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തെ അയക്കുന്നത് പാഴാണെന്ന് പറഞ്ഞ ശശി തരൂരിനെ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ രൂക്ഷമായി വിമർശിച്ചു. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ ഒഴിച്ചിട്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ NDA. എറണാകുളത്ത് മേജർ രവി സ്ഥാനാർത്ഥിയായേക്കും. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്തെ സ്ഥാനാർത്ഥി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാകാതെ വലയുകയാണ് NDA. ഒഴിച്ചിട്ട സീറ്റുകളിൽ മറ്റു മുന്നണികളിൽ നിന്നെത്തുന്നവരെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കം പാളിയതോടെയാണ് പുതിയ തന്ത്രം. എറണാകുളത്ത് മേജർ രവിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. K. സുരേന്ദ്രൻ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിൽ മേജർ രവി സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതായാണ് വിവരം. പാർട്ടിയുടെ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പാർട്ടി ഡിസിഷൻ ഈസ് ദാറ്റ്. പിന്നെ പാർട്ടി പറയുന്ന പോലെ ഞാൻ കേൾക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോ എവിടെ നിൽക്കണം എന്ന് പറഞ്ഞാലും നമ്മളിപ്പോ അതാണല്ലോ അവർ പറഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ കേൾക്കണം എന്നുള്ളതിന്റെ മുകളിൽ ഐ വിൽ ബി വാട്ട് എവർ ഇറ്റ് ഈസ്. ഇഫ് ഇറ്റ് കംസ്
അത് വരുന്ന സമയത്ത് എന്റേതായിട്ടുള്ള കൺസേൺ കൊടുത്തിട്ടുണ്ട്. എന്റേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർ ഇത്രേ പറഞ്ഞുള്ളൂ. പാർട്ടി പറഞ്ഞാൽ കേൾക്കാം. ആലത്തൂരിൽ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. വിരമിക്കൽ ദിവസം പ്രിൻസിപ്പലിന് SFI കുഴിമാടമൊരുക്കി യാത്രയാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായി ഡോക്ടർ സരസുവിനെ BJP ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് 2 പേരുകളാണ് പരിഗണനയിലുള്ളത്. കുമ്മനം രാജശേഖരനെയോ BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറിനെയോ സ്ഥാനാർത്ഥിയാക്കും. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് കുമ്മനം രാജശേഖരൻ പാർട്ടിയെ അറിയിച്ചതായാണ് വിവരം. അന്തിമ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം നാളെ പ്രഖ്യാപനം നടത്തിയേക്കും. 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ നീക്കം. 2 ഘട്ടങ്ങളിലായി ഇതുവരെ 83 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അവശേഷിക്കുന്ന സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാകും. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം മറ്റന്നാൾ ചേരും. രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമോ എന്നതാണ് ആകാംക്ഷ. ഭാരത് ജോഡോ യാത്ര സമാപിച്ചതോടെ വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയും സജീവമാകും. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ പ്രവർത്തക സമിതിയും ചേരും. വനിതകൾ, യുവജനങ്ങൾ, കർഷകർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ളതാകും കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ജാതി സെൻസസ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയേക്കും. സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാൻ കഴിയാത്ത ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ തുടരുകയാണ്. ബംഗാളിൽ ഇടതുമുന്നണിയുമായുള്ള ചർച്ചയും വേഗത്തിൽ പൂർത്തിയാക്കി NDAക്കെതിരെ കരുത്താർജിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. 24 ഡൽഹി. BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. ദക്ഷിണേന്ത്യയിൽ ആധിപത്യം നേടാൻ സഖ്യ സാധ്യതകൾ തേടുകയാണ് BJP നേതൃത്വം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും BJP ഇതുവരെ 19 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി നിർണയം വൈകിയതോടെ വടക്കൻ തെക്കൻ ബംഗാളിലെ BJP നേതാക്കൾ അതൃപ്തി അറിയിച്ചു. തൃണമൂൽ പ്രചാരണം സജീവമാക്കിയതോടെയാണ് അതൃപ്തി പരസ്യമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും BJP ആരംഭിച്ചു. ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടിയുമായുള്ള സഖ്യത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും സഖ്യസാധ്യതകൾ BJP തേടുന്നുണ്ട്. NDA തെരഞ്ഞെടുപ്പിൽ 400 മുകളിൽ സീറ്റുകൾ നേടാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനവും ഇത് ലക്ഷ്യം വച്ചാണ്. വരുന്ന ദിവസങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗം ചേർന്ന് കൂടുതൽ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിക്കും. 24 ഡൽഹി. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ കാലത്ത് ആശുപത്രികളിലും മറ്റുമെത്തുന്നവർക്ക് നോമ്പ് തുറക്കാൻ കൈത്താങ്ങാവുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദിസലാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും സൗജന്യമായി നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നത്. അപ്രതീക്ഷിതമായി രോഗികളായി മാറിയവർ, അവർക്കൊപ്പം ഒരു കൈ സഹായമായി കൂട്ടിരിക്കുന്നവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നോമ്പു തുറക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസകരങ്ങൾ നീട്ടുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദിസലാം. ഇഫ്താർ പ്രോഗ്രാം തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. ഓരോരോ വർഷങ്ങളിലും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. കാരണം കാഷ്വാലിറ്റി ഇപ്പോൾ ഇവിടെ ആയതിനു ശേഷം, ഫ്രണ്ടിൽ തന്നെ ആയതിനു ശേഷം എല്ലാവരും നോമ്പ് തുറക്കാൻ ആശ്രയിക്കുന്ന ഇവിടെയാണ്. ഇവിടെ വരുന്ന യാത്രക്കാർ, ഇതുവഴി പോകുന്ന മറ്റ് ദൂരങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നോമ്പ് തുറക്കാൻ വിഷമിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ വിഭവങ്ങൾ കൊടുക്കുകയാണ്. വൈകിട്ട് 4 മണി മുതൽ ഈത്തപ്പഴം, വിവിധതരം പഴങ്ങൾ, ബിരിയാണി, ജ്യൂസുകൾ എന്നിവ വിതരണം ചെയ്തു തുടങ്ങും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, ഡോക്ടർമാർ, മറ്റു ജോലിക്കാർ തുടങ്ങി 2000-ഓളം പേർക്കാണ് ദിവസവും നോമ്പുതുറ ഒരുക്കുന്നത്. മെഡിക്കൽ കോളേജ് മർക്കസ് മസ്ജിദിലാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്ന് നടക്കുന്നത്. 24 കോഴിക്കോട്. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.
വാർത്തകൾ തുടരുന്നു. അനുവിന്റെ കൊലപാതകി പിടിയിൽ. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി അനുവിനെ കൊലപ്പെടുത്തിയത് തോട്ടിലേക്ക് തള്ളിയിട്ട് ചെളിയിലേക്ക് മുഖം താഴ്ത്തിയെന്ന് പോലീസ്. കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രധാന പ്രതി കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ, സഹായം നൽകിയ അബൂബക്കർ എന്നിവരുടെ അറസ്റ്റാണ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയത്. 50-ലധികം കേസുകളിൽ പ്രതിയാണ് മുജീബെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് അനുവിനെ കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാനെ കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുകയും ബൈക്ക് ഉപേക്ഷിച്ച് എടവണ്ണപ്പാറയിലും സ്വർണം വിൽക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടിയിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു. സ്വർണം വിൽപ്പന നടത്താൻ സഹായിച്ചതിനാണ് കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. തോട്ടിലേക്ക് തള്ളിയിട്ട അനുവിനെ പിന്നീട് പാലത്തിനടിയിലേക്ക് വലിച്ചു മാറ്റിയ ശേഷം ചെളിയിലേക്ക് മുഖം താഴ്ത്തിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം. ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റായി വന്നു. മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അത് പ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് കുടുംബം. തൈറോയിഡിന്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കുവരമായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. ഞാൻ വരാൻ നോക്കിയതാണ്. അവള് പറഞ്ഞു ഏട്ടൻ കാല് സുഖമായിട്ട് വന്നാൽ മതി, ആ കോലത്തിൽ ഏട്ടനെ കാണണ്ട പറഞ്ഞു വെക്കായിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയാനുള്ളൂ. ഭർത്താവിന്റെ അടുത്ത് വേഗം എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് അനുവിനെ ബൈക്കിൽ കയറ്റിയത്. ബൈക്ക് പ്രതി മുജീബ് മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. ബലാത്സംഗം, മോഷണം ഉൾപ്പെടെ 55 കേസുകളിലെ കൊടും ക്രിമിനലാണ് മുജീബ് റഹ്മാൻ. ആഭരണങ്ങൾ കവരാൻ വേണ്ടിയാണ് അനുവിനെ പ്രതി വെള്ളത്തിൽ മുക്കിക്കൊന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. 24 കോഴിക്കോട്. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മാട്ടുപ്പെട്ടിയിൽ വഴിയോരക്കട ആക്രമിച്ചു. മൂന്നാറിൽ 2 പേരെ കൊലപ്പെടുത്തിയ കട്ടക്കൊമ്പനെ പ്രകോപിപ്പിച്ച 2 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. കണ്ണൂർ കേളകം അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. പുലർച്ചെ 6:30യോടെയാണ് മാട്ടുപ്പെട്ടി ബോട്ട് ലാൻഡിങ്ങിനടുത്ത് പടയപ്പ ഇറങ്ങിയത്. വഴിയോരക്കട തകർത്ത കാട്ടാന കടയിലെ സാധനങ്ങൾ ഭക്ഷിച്ചു. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി തുരത്തിയെങ്കിലും പടയപ്പ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കട്ടക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയെ പ്രകോപിപ്പിച്ച ഓൾഡ് മൂന്നാർ സ്വദേശികളായ സെന്തിൽ, രവി എന്നിവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തു. ഫോട്ടോ സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് നടപടി. ഇരുവരെയും ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ കറങ്ങി നടന്ന കടുവയെ കണ്ടെത്തി. പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് കടുവയെ കണ്ടെത്തിയത്. മയക്കുവെടിവെച്ച് പിടികൂടാനാണ് തീരുമാനം. എന്നാൽ കടുവ അവശനെന്ന് നിഗമനമുള്ളതിനാൽ വലയിട്ട് പിടികൂടുന്നതും പരിഗണനയിലുള്ളതായി വനംവകുപ്പ് വ്യക്തമാക്കി. 24 ഇടുക്കി, കണ്ണൂർ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കൂടുതൽ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ വിതരണക്കാരുമായി നാളെ ചർച്ച. കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നാണ് വിതരണക്കാരുടെ നിലപാട്. അതേസമയം പ്രശ്നപരിഹാരം തേടി MK രാഘവൻ MPയും നാളെ ആശുപത്രിക്ക് മുന്നിൽ ഉപവാസമിരിക്കും. മരുന്ന് വിതരണം നിലച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം. മരുന്ന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നാളെ ചർച്ച നടത്തും. ഡിസംബർ വരെയുള്ള കുടിശ്ശികയായ 75 കോടി രൂപ തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നതാണ് വിതരണക്കാരുടെ നിലപാട്. സർക്കാർ ഫണ്ട് അനുവദിക്കാതെ
തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. ഇതോടെ പ്രശ്നപരിഹാരം നീളാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സംസ്ഥാന വ്യാപകമായി മരുന്ന് വിതരണം നിർത്താനും വിതരണക്കാർ ആലോചിക്കുന്നുണ്ട്. മരുന്നും സർജിക്കൽ വസ്തുക്കളും കിട്ടാതായതോടെ രോഗികളുടെ ദുരിതവും തുടരുകയാണ്. അതേസമയം പ്രശ്നപരിഹാരം തേടി സമരത്തിനിറങ്ങുകയാണ് ജില്ലാ UDF നേതൃത്വം. ആശുപത്രിക്ക് മുന്നിൽ MK രാഘവൻ ഉപവാസമിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പൂട്ടേണ്ട ഘട്ടത്തിലാണ്. കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് കമ്പനി കൊടുക്കാറുള്ളത്. മരുന്ന് കമ്പനിക്കാർ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. MRI സ്കാനിങ് മുടങ്ങാൻ പോകുന്നു. എക്സ്റേ മെഷീൻ പോലും പ്രവർത്തന സജ്ജമല്ലാതാവാൻ പോകുന്നതാണ് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ. നിരവധിയായ രോഗികൾ നെട്ടോട്ടമോടുകയാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട അത്താണിയായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പൂട്ടൽ ഭീഷണിയാണ്. അതേസമയം മുസ്ലിം യൂത്ത് ലീഗും നാളെ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തും. കലക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.